ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഫ്ലോർ അരിച്ചെടുക്കാം. 1 kg ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിലേക്ക് വേണ്ടത് 2 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഫ്ലോർ നന്നായി അരിച്ചെടുക്കാം. രണ്ട് കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാര മാറ്റി വെക്കാം. എന്നിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ആദ്യം 1-ലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അതിനുശേഷം സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 4 എഗ്ഗാണ് ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ചെറുതായി ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ സ്പീഡ് കൂട്ടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട പൊങ്ങി വന്നതിന് ശേഷം അതിലേക്ക് 2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് അരിച്ചു വെച്ച ഫ്ലോർ കുറേശ്ശായി ഇട്ട് കൊടുത്ത് പതുക്കെ ഇളക്കി എടുക്കുക. അതിലേക്ക് ഷെഫ് മാസ്റ്ററിൻ്റെ ബ്ലാക്ക് കളർ 2 തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഫ്ലോർ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പാലും കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോർ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. നമ്മൾ സ്പീഡ് മിക്സ് ചെയ്തെടുത്ത് വെച്ചാൽ നമ്മുടെ കേക്ക് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഫ്ലോർ 1/2 kgൻ്റെ 2 ടിന്നുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ടൂപ്പിക്കും കൊണ്ട് ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഷുഗർ സിറപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സ്പഞ്ച് ഇവിടെ ലെയറായിട്ട് കട്ട് ചെയ്ത് ഓരോ ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഓരോ ലെയറും ഫില്ല് ചെയ്ത് എടുത്തതാണ്. ഫസ്റ്റ് കോട്ട് കൊടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് സെക്കൻഡ് കോട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. വലുതായിട്ടൊന്നും ഞാൻ ഫിനിഷ് ചെയ്യുന്നില്ല. കാരണം ഇത് പെട്ടെന്ന് വന്നൊരു ഓർഡറായിരുന്നു. രാവിലെ വന്നിട്ട് വൈകിട്ടാണ് നമ്മൾ ഈ 2 ഓർഡറും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യും വേണം. അതുകൊണ്ട് തന്നെ ഞാനിത് പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അവർക്ക് സാധാ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ നോർമൽ ഡിസൈനിങ് മതി പറഞ്ഞപ്പോൾ ഒരാശ്വാസമായി. പിന്നെ നമ്മൾ വേഗം തന്നെ 1/2 kgൻ്റെ 2 ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഒരേ മോഡലിൽ തന്നെയാണ് ചെയ്തെടുത്തത്. എൻ്റെ ഫുഡ് ഫെസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് വീട്ടമ്മമാർ ഫുഡ് ഫെസ്റ്റിന് പങ്കെടുത്ത് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായി. എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഫുഡ് ഫെസ്റ്റിൻ്റെ വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഫുഡ് ഫെസ്റ്റിൻ്റെ ഓരോ സംശയങ്ങളും. വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കുക പറയുന്നത് ഭയങ്കര സന്തോഷമായ ഒരു കാര്യമല്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒരുപാട് പേര് ഫുഡ് ഫെസ്റ്റിന് പങ്കെടുത്ത് എന്ന് എന്നെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഓൾ.